ക്യൂൻ എലിസബത്ത് II ദുബായിലെ ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടലിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. 39 വർഷത്തെ സെയിലിംഗിന് ശേഷം 2018 ദുബായ് എന്ന മഹാനഗരം ഈ ഷിപ്പിനെ വാങ്ങുകയും അത് പെർമനൻ്റ്ലി ഡോക്ക് ചെയ്ത് ഇപ്പോൾ ഇതൊരു ഫ്ലോട്ടിംഗ് ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ്. ഷിപ്പിൻ്റെ പ്രൊപ്പല്ലർ ക്യൂൻ എലിസബത്ത് II ഹെറിറ്റേജ് ടൂർ ബുക്ക് ചെയ്ത ഞങ്ങൾക്ക് എല്ലാം വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനായ മിസ്റ്റർ സ്റ്റീവ്. 294 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള ഈ പടുകൂറ്റൻ ഉല്ലാസ നൗക ടൈറ്റാനിക് എന്ന ആ മഹാവിസ്മയത്തേക്കാൾ വെറും 28 മീറ്റർ മാത്രമേ നീളത്തിൽ കുറവുള്ളൂ. ഷിപ്പിൻ്റെ എൻട്രൻസിനെ ഗാങ്വേ എന്ന് വിളിക്കുന്നു. അതിനുള്ളിലൂടെ ഞങ്ങൾ അകത്തേക്ക്. ദീർഘദൂര യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന മട്ടിൽ എൻ്റെ പിതാവും ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട് അതിശയിക്കുന്ന ഇച്ചുവും. Right, as you can see, ladies and gentlemen, this is an original 1969 Rolls-Royce Silver Shadow. The reason it's out here, it's not because the car is important, it's actually highly... കപ്പലിലെ കാർ പാർക്കിംഗ് എലിവേറ്റർ ആണിത്. ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന കാറുകൾ ഷിപ്പിന്റെ ഡൗൺ സൈഡിലുള്ള ഡെക്കിലേക്ക് ചെല്ലുകയും അവിടെ കാർ പാർക്ക് ചെയ്യുകയുമാണ്. ഇത്തരത്തിൽ 64 കാറുകളെ പാർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്യൂൻ എലിസബത്ത് IIനുണ്ട്. ചരിത്രങ്ങളും അറിവുകളുമെല്ലാം വിശദീകരിക്കുന്നു മിസ്റ്റർ സ്റ്റീവ്. Same railings, as you're seeing, similar lights, similar roof patterns, like you're seeing. In fact, the only thing we have added, and this is for safety and security, is this middle area. So this place, this is an element that we have added. ഇനി അല്പം അറിവുകളാകാം. ക്യൂൻ എലിസബത്ത് II എന്ന ഈ ഷിപ്പിന്റെ കഥ. 1969 ഈ ഷിപ്പ് ലോഞ്ച് ചെയ്തത്. കുണാഡ് ലൈൻ എന്ന ഷിപ്പിംഗ് കമ്പനിയുടെ അനേകം ഷിപ്പുകളിൽ ഒന്നു മാത്രമാണ് ക്യൂൻ എലിസബത്ത് II. ഷിപ്പിൻ്റെ ലോഞ്ചിങ് സെറിമണി ദിവസത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ലോഞ്ചിങ് സെറിമണി ദിവസത്തിൽ പോർട്ടിലേക്ക് വരുന്ന എലിസബത്ത് രാജ്ഞി I name this ship Queen Elizabeth II. അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ രാജ്ഞിയിൽ നിന്നും സ്വന്തം പേര് സ്വീകരിച്ച് 13 നിലകളുള്ള 447 റൂമുകളുള്ള ആ പടുകൂറ്റൻ ഉല്ലാസ നൗക നീറ്റിലിറങ്ങി. കപ്പലിലെ ബൗ ത്രസ്റ്റർ സിസ്റ്റം വശങ്ങളിൽ നിന്നും കപ്പലിനെ നിയന്ത്രിക്കുവാനുള്ള കൺട്രോൾ പാനലാണിത്. പോർട്ടിലേക്ക് അടുക്കുമ്പോഴും പോർട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുമാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക. ബ്രിഡ്ജ് കപ്പലിനെ നാവിഗേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന പ്രധാന ഇടം. ഫ്ലൈറ്റിൽ ഒരു കോക്ക്പിറ്റ് എങ്ങനെയാണോ അതുപോലെയാണ് കപ്പലിലെ ബ്രിഡ്ജ്. ക്യാപ്റ്റനും മറ്റ് നാവിഗേഷൻ ഓഫീസേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്ന പ്രധാന ഇടം. പോർട്ട് റാഷിദിൽ ഏതാനും ചില ചരക്ക് കപ്പലുകൾ കൂടി കാണാനാകും. 1777 പാസഞ്ചേഴ്സിനെയും 1040 ക്രൂവിനെയും വഹിക്കുവാനുള്ള ശേഷി ക്യൂൻ എലിസബത്ത് IIനുണ്ട്. ഇത് ഈ കപ്പലിലെ പ്രീമിയം ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആണ്. ഒരു കാലത്ത് രാജാവും രാജ്ഞിയും രാജകുടുംബങ്ങളിലെ മറ്റു പലരും താമസിച്ചിരുന്ന കമ്പാർട്ട്മെൻറ്റുകൾ.
ചരിത്രങ്ങൾ ഒരുപാട് പറയുവാനുണ്ട് ക്വീൻ എലിസബത്ത് II. ഒരിക്കൽ ഡയാന രാജകുമാരി കപ്പൽ സന്ദർശിക്കുന്നതിനിടെ പകർത്തിയ ചിത്രമാണിത്. കൂടാതെ 1999 നെൽസൺ മണ്ടേല ഈ കപ്പൽ സന്ദർശിക്കുകയും അന്ന് അദ്ദേഹം ക്യാപ്റ്റൻ്റെ റൂമിൽ നിന്നിരുന്ന് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ എടുത്ത ചിത്രമാണിത്. (1968) പുറത്തിറക്കിയ ഒരു കപ്പൽ, ആധുനിക കാലത്തെയും വെല്ലുന്ന ഇൻറ്റീരിയർ. ക്വീൻ എലിസബത്ത് II എന്നത് വെറും ഒരു യാത്രാ കപ്പൽ മാത്രമാകുന്നില്ല. അതിൻ്റെ ആന്തരിക ഡിസൈൻ അതിനെയാണ് അതിമനോഹരവും ഐതിഹാസികവുമാക്കിയത്. കപ്പലിൻ്റെ ഉള്ളിൽ കടന്നാൽ പഴയ ബ്രിട്ടീഷ് രാജകീയ ജീവിതശൈലിയുടെയും ആധുനിക ആഡംബരത്തിൻ്റെയും സംഗമം അനുഭവപ്പെടും. ഓരോ കോണും അതിൻ്റെ സൗന്ദര്യത്തെയും ചരിത്രത്തെയും പറഞ്ഞു തരുന്നുവെന്നതിലാണ് QE2ൻ്റെ പ്രത്യേകത. അക്കാലത്തെ കാസിനോ. ക്രൂസ് ഷിപ്പിലെ കാസിനോ എന്നത് ഒരു വിനോദസഞ്ചാര കപ്പലിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചൂതാട്ട കേന്ദ്രമാണ്. ഇത്തരം കപ്പലുകൾ സമുദ്ര സഞ്ചാരത്തിനിടയിൽ യാത്രികർക്കായി നിരവധി വിനോദ സൗകര്യങ്ങൾ നൽകുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കാസിനോ. ഒരിക്കൽ ക്വീൻ എലിസബത്ത് II യാത്രക്കിടയിൽ കമ്പനിയിലേക്ക് ഒരു ഫോൺ കോൾ. കപ്പലിൽ 6 ബോംബുകൾ വെച്ചിരിക്കുന്നു. തങ്ങൾ ആവശ്യപ്പെടുന്ന തുക വിട്ടു നൽകിയില്ലെങ്കിൽ ബോംബുകൾ ബ്ലാസ്റ്റ് ചെയ്യുന്നതാണ്. ആ കഥയാണ് സ്മിത്ത് ഞങ്ങൾക്കായി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ശേഷം 4 പട്ടാളക്കാർ ഹെലികോപ്റ്ററിലെത്തുകയും ഏകദേശം 6 മുതൽ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെർച്ചിങ്ങിനൊടുവിൽ ബോംബുകൾ ഒന്നും കണ്ടെത്താനായില്ല. ശേഷം ആ റോങ് ഫോൺ കോൾ വിളിച്ച മനുഷ്യനെ അറസ്റ്റ് ചെയ്യുകയും ഏകദേശം 12 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജയിൽവാസത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഈ ഫർണിച്ചറുകളെല്ലാം അക്കാലത്തെയാണ്. ആധുനിക കാലത്തെ കിടപിടിക്കുന്ന തരം ഡിസൈനുകൾ. ഇത് കപ്പലിലെ പ്രധാന ഒരു ഹാൾ. അക്കാലഘട്ടത്ത് യാത്രക്കിടയിൽ നടന്ന പല വെഡ്ഡിംഗ് റിസപ്ഷനുകളും മീറ്റിങ്ങുകളുമെല്ലാം നടന്ന ഒരു ഹാൾ. കപ്പലിൻ്റെ അവസാന ഔദ്യോഗിക യാത്ര 2008 അതിനുശേഷം കുണാഡ് ലൈൻ അതിനെ സർവീസിൽ നിന്ന് പിൻവലിച്ചു. പിന്നീട് കപ്പൽ ദുബായിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവിടെ അതിനെ ഒരു ഹോട്ടലായും മ്യൂസിയമായും മാറ്റിവെച്ചു. ഇന്ന് QE2 എന്ന പേരിൽ വിനോദസഞ്ചാരികൾക്ക് കാണാനും താമസിക്കാനും കഴിയുന്ന ഹിസ്റ്റോറിക്കൽ അട്രാക്ഷനാണ്. QE2 ഒരുപക്ഷെ കുണാഡ് ലൈൻ്റെ ഏറ്റവും അധികം സേവനം ചെയ്ത കപ്പലായിരിക്കാം. ഏകദേശം 40 വർഷത്തോളം പ്രവർത്തിച്ച ഈ കപ്പൽ 6000-ലധികം യാത്രകൾ നടത്തി. 5.5 ദശലക്ഷത്തിലധികം മൈലുകൾ യാത്ര ചെയ്തു. 2.5 ദശലക്ഷം യാത്രികരെ കയറ്റി. 200-ലധികം തവണ ലോകം ചുറ്റി ഈ കപ്പൽ. QE2 ഒരു കപ്പൽ മാത്രമല്ല, അതൊരു ചരിത്രമാണ്, ഒരു അനുഭവമാണ്, ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന സഞ്ചാര സ്മാരകമാണ്. QE2 കപ്പൽ ബ്രിട്ടീഷ് നാവിക ചരിത്രത്തിൻ്റെ അഭിമാനമാണ്. അതിൻ്റെ ആഡംബരവും സേവനവുമാണ് അതിനെ ലോകവ്യാപകമായി പ്രശസ്തമാക്കിയത്. ഇന്ന് അതിൻ്റെ ഹൃദയം ദുബായിൽ അതിൻ്റെ പഴയ സ്മരണകളെ ചുമന്നു നിൽക്കുന്ന ഒരു ചരിത്ര ഫ്ലോട്ടിംഗ് ഹോട്ടലായി തുടരുന്നു.